പൊന്നമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത്. എൻ്റെ നാട്ടുകാരെ, വീട്ടുകാരെ, സുഹൃത്തുക്കളെ. പൊന്നമ്മ നോക്കി നടന്ന ഹോസ്പിറ്റലിൽ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ പോയ ഹോസ്പിറ്റലാണ്. എന്നോട് ചോദിച്ചു എന്തിനാ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നൊക്കെ ചോദിച്ചു. കണ്ട എനിക്കിഷ്ടപ്പെട്ടില്ല. പഠിച്ച് പാസ്സായ ചെക്കന് ഡോക്ടറോ? ആരാ പറഞ്ഞേ? പഠിച്ച് പാസ്സായിട്ടല്ലേ ഡോക്ടറാവുക? പഠിച്ച് പാസ്സായല്ലേ ഡോക്ടർ ആവുള്ളൂ. അമ്മേനെ പരിശോധിക്കാൻ കൊണ്ടുപോയതാ, അല്ലാതെ അമ്മയ്ക്ക് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ കൊണ്ടുപോയതല്ല. അതൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ പരിശോധന കഴിഞ്ഞു. ഇനി നമ്മൾ മരുന്നും വാങ്ങി വീട്ടിൽ പോകും. ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞില്ലേ? ഷുഗർ ഇച്ചിരി കുറവുണ്ട്. അതിൻ്റെയാണ് ക്ഷീണമൊക്കെ രാവിലെ എണീക്കുമ്പോൾ. പിന്നെ ഡോക്ടർ പറഞ്ഞു കേട്ടോ, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ മുറുക്കിക്കോളാൻ പറഞ്ഞില്ലേ? മരുന്ന് കഴിച്ചുകൊണ്ട് മുറുക്കണമെന്ന്. രാവിലെ എണീറ്റിട്ട് മുറുക്കാനല്ല, രാവിലെ എണീറ്റ് ഭക്ഷണം കഴിച്ചതിന് ശേഷം മരുന്നും കഴിച്ചതിന് ശേഷം മുറുക്കുക. അല്ല അമ്മയ്ക്ക് പിന്നെ എവിടെയായിരുന്നു പോകണ്ടേ? ഹോസ്പിറ്റലിൽ നല്ലതെന്നോ? അല്ല ഇത് പരിശോധിച്ചാൽ പോരെ? എവിടെയായാലും ഇവരിങ്ങനെ തന്നെ പരിശോധിക്കുക. ECG എടുക്കുന്നത് എങ്ങനെയാ? ECG അവിടെ എടുക്കുന്ന പരിഹാരത്തെടുത്തോലല്ലേ ഇവർ ഇപ്പോൾ എടുത്തേ അല്ലേ? അത് തന്നെ എല്ലായിടത്തും പോയാലും ചെയ്യുള്ളൂ. അത് ഊരിയെടുത്തിട്ട് പിന്നെയും വെച്ചില്ലേ? എന്നൊക്കെ നോക്കുക.